ഹലോ. സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉപ്പച്ചി കുറച്ച് മാങ്ങ കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓർത്തു കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ, കാരണം ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. നാടൻ മാങ്ങയാണ് വേണ്ടത്, നമുക്കിപ്പോൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം മാങ്ങ മുഴുവനും ചെത്തിയെടുത്തില്ല കേട്ടോ. ഞാൻ എല്ലാത്തിലും കണ്ടിട്ടുള്ളത് ഇങ്ങനെ പൊളിച്ചെടുക്കണതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്ലീൻ ആക്കിയെടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകും അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കണം. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇടണം. എനിക്ക് എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോഴും കരിവേപ്പിൻ്റെ ഇല ഇടണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കുക. ഈ ടൈം കൊണ്ട് ഇതൊന്ന് തിളച്ച് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം, തേങ്ങൻ്റെ അരപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ, അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് നല്ലപോലെ അരക്കണം, ജസ്റ്റല്ല നല്ലപോലെ അരച്ച് കൊണ്ടുവരണം. എന്നിട്ട് ഇത് കുക്കായ മാങ്ങയ്ക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വേവിക്കുക. കൈ കൊണ്ടൊക്കെ തുടച്ചൊടിക്കേണ്ട കേട്ടോ, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മൾ വീട്ടിലങ്ങനെയാണല്ലോ. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ എത്രയാണോ നമുക്ക് തിക്കായിട്ട് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ പിന്നെ ഈ സെയിം ജാറിൽ തന്നെയാണ് തൈരൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ടോ വേണം കേട്ടോ തൈര് ചേർക്കാൻ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. എന്നിട്ട് അതും കൂടെ ഒഴിച്ച് ലാസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ ടൈമിൽ. അതിന് വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഞാൻ ആക്കാറില്ല, കാരണം എനിക്ക് പേടിയാണ് അഥവാ പിരിഞ്ഞു പോയാലോ. ലാസ്റ്റ് ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക, കറിവേപ്പിൻ്റെ ഇല, ചുമന്ന മുളക് ഉണ്ടെങ്കിൽ അതിടണം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, സോ ഞാൻ എന്ത് ചെയ്തു, മുളക് പൊടി ഇട്ടു. അപ്പോൾ ഒരു കളറും വരുമല്ലോ, അപ്പോൾ കാണാൻ നല്ല രസമല്ലേ. പക്ഷേ അത് കരിഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് അത് താളിച്ചൊഴിക്കുക, നല്ല ടേസ്റ്റാട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കല്ലേ എന്ന് കുറേ പറഞ്ഞു അനിയത്തിനോട്. കേൾക്കണ്ടേ, നല്ല അനുസരണമല്ല അനിയത്തിമാരെനിക്ക്. അത് എന്നിട്ട് ഇളക്കി മിക്സാക്കി അവൾ തന്നെ വെച്ച്. അത് എന്നിട്ട് നല്ല ചൂട് ചോറും മാങ്ങയും എല്ലാം കൂട്ടി കഴിക്കണം. അവിയലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ടൈമില്ലായിരുന്നു വീഡിയോ എടുക്കാൻ.